ജർമ്മനിയിലെ ഈഗിൾസ് നെസ്റ്റ് എന്ന സ്ഥലത്തെ ബസ് സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ് ഞാൻ. ടൂറിസ്റ്റുകളുടെ വലിയ സംഘങ്ങൾ. ബവേറിയയിലെ ഒരു സുഖവാസ കേന്ദ്രമാണിത്. ഒബർ സാൽസ്ബർഗ് എന്ന സുന്ദരമായ പ്രദേശങ്ങളാണ് താഴെ. ആൽപ്സിന്റെ ഓരങ്ങളിലെ മനോഹര കാഴ്ച. ഇനിയും പർവ്വതമുകളിലേക്ക് കയറണം. അവിടെയാണ് ഈഗിൾസ് നെസ്റ്റ്. ഈ ടണലിലൂടെ വേണം അവിടെ എത്താൻ. ഞാനും കസിൻ ബിനുവും കൂടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇനി ടണലിലേക്ക് കയറണം. അതിനു മുൻപ് ഒരു ജോലിയുണ്ട്. ഏതു സമയത്താണ് ഇവിടെ നിന്നും മടങ്ങുക എന്ന് ഈ കൗണ്ടറിൽ രജിസ്റ്റർ ചെയ്യണം. ആളുകളുടെ ബഹളം ഒഴിവാക്കാനാണത്. ഞങ്ങളും അവിടെ ചെന്ന് രജിസ്റ്റർ ചെയ്തു. ഈ ആളുകളൊക്കെ അതിന് നിൽക്കുന്നതാണ്. ഈ ടണലിലേക്ക് കയറി കുറേ ദൂരം നടന്ന് അവിടെ നിന്നും ഒരു ലിഫ്റ്റ് കയറി വേണം മലയുടെ മുകളിലേക്കെത്താൻ. ഹിറ്റ്ലറുടെ കാലത്ത് പണിതതാണിത്. ടണൽ എൻട്രൻസ് എന്ന് ഇതറിയപ്പെടുന്നു. ഇവിടെ നിന്നും മലയുടെ മധ്യഭാഗം വരെ തുരന്നുണ്ടാക്കിയ ടണൽ. 1938 ഇതിന്റെ നിർമ്മാണം പൂർത്തിയായത്. നാസി ഭരണകാലത്ത് പൊതുജനത്തിന് ഈ ടണലിലേക്കോ ഇതിനനുബന്ധമായുള്ള മറ്റു ഭാഗങ്ങളിലേക്കോ പ്രവേശനമുണ്ടായിരുന്നില്ല. ഇതിലെ കുറേ ദൂരം ചെല്ലുമ്പോൾ ഒരു ഷാഫ്റ്റ് ഉണ്ട്. ആ ഷാഫ്റ്റിലൂടെ എലിവേറ്റർ ഓടുന്നുണ്ട്. അതിൽ കയറി വേണം മുകളിലേക്കെത്താൻ. എത്രയോ തവണ ഹിറ്റ്ലർ കടന്നുപോയ ടണലാണിത്. ഹിറ്റ്ലർ മാത്രമല്ല, മുസോളിനി ഉൾപ്പെടെയുള്ള ലോക നേതാക്കളും നാസി പാർട്ടിയുടെ ഉയർന്ന നേതാക്കളുമെല്ലാം. അവരെല്ലാം ഇതിലൂടെ ചെന്ന് ലിഫ്റ്റിൽ കയറിയാണ് ഈഗിൾസ് നെസ്റ്റിലേക്ക് എത്തിയിരുന്നത്. വെട്ടിയെടുത്ത കല്ലുകൊണ്ട് കൃത്യതയോടെ നിർമ്മിച്ച തുരങ്കം. 124 മീറ്ററാണ് ഇതിന്റെ നീളം. ജർമ്മനി, ഓസ്ട്രിയ, ഇറ്റലി എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദഗ്ധ തൊഴിലാളികളാണ് ഇത് നിർമ്മിച്ചത്. ആ ചരിത്രങ്ങൾ ഓർത്തുകൊണ്ട് ഞാനും ലിഫ്റ്റിനരികിലേക്ക് നടന്നു. ടണലിന്റെ ഇങ്ങേയറ്റത്ത് ഇവിടെ ഒരു വെയിറ്റിംഗ് റൂമുണ്ട്. ഇവിടെ നിന്നും ബാച്ചുകളായ ആളുകളെ മുകളിലേക്ക് കയറ്റിവിടൂ. ഞങ്ങൾ വെയിറ്റിംഗ് റൂമിലേക്ക് കയറുമ്പോൾ മറുഭാഗത്തുകൂടി ലിഫ്റ്റിൽ നിന്നും ഇറങ്ങിയവർ മടങ്ങുന്നുണ്ട്. ഹിറ്റ്ലറുടെ കാലത്ത് മനോഹരമായ ഇരിപ്പിട സംവിധാനങ്ങളുള്ള ഹാളായിരുന്നു ഇത്. വലിയൊരു മലയുടെ ഉദരത്തിലാണിതെന്ന് ഓർക്കണം. നാസികൾ ഈഗിൾസ് നെസ്റ്റിലേക്കുള്ള പ്രവേശനത്തിന് കൃത്യമായ ചിട്ടകൾ ഉണ്ടാക്കിയിരുന്നു. അതിന്റെ ഭാഗമാണ് തുരങ്കം കടന്നെത്തുമ്പോൾ ഈ വലിയ മുറിയിലുള്ള കാത്തിരിപ്പ്. ഇനി അങ്ങോട്ട് ക്യാമറ അനുവദിക്കില്ലെന്ന് ബോർഡുണ്ട്. ചെത്തിയെടുത്ത കല്ലുകൊണ്ട് വളരെ ശാസ്ത്രീയമായാണ് വെയിറ്റിംഗ് ഹാളിന്റെ നിർമ്മാണം. ലിഫ്റ്റ് ഒരിക്കൽ കൂടി താഴെയെത്തി. അതിൽ വന്നവർ പുറത്തേക്കിറങ്ങിപ്പോകുന്നു. ഇനി ഞങ്ങൾക്ക് അതിൽ കയറാം. ഞങ്ങളിപ്പോൾ മുകളിലെത്തിയിരിക്കുന്നു. പുറത്തേക്കിറങ്ങുകയാണ്. പുറത്ത് കോടമഞ്ഞാണ്. സമുദ്രനിരപ്പിൽ നിന്നും 1834 മീറ്റർ ഉയരത്തിലാണ് ഇപ്പോൾ. ചില നേരത്ത് ഇവിടെയൊന്നും കാണാത്ത വിധം മൂടൽമഞ്ഞായിരിക്കും. താഴ്വാരമെല്ലാം കോടമഞ്ഞിനാൽ മൂടിപ്പോയിരിക്കുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ തെളിയുകയും ചെയ്യും. ഇവിടം ഒരു റെസ്റ്റോറന്റിന്റെ ഭാഗമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. വേനലിൽ ഈ പർവ്വത മട്ടുപ്പാവിലെല്ലാം ആളുകൾ വന്ന് നിരന്നിരിക്കും. ടൂറിസ്റ്റുകളെ കൊണ്ട് ഇവിടമാകെ നിറയുന്ന നാളുകളാണത്. ഇന്ന് കാലാവസ്ഥ മോശമായതിനാലാണ് ആളുകൾ കുറവ്. വരുന്നവർ റെസ്റ്റോറന്റിന്റെ ഉള്ളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. 8 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോൾ ഇവിടുത്തെ താപനില. ഇവിടെ ചെറിയൊരു കിയോസ്ക് ഉണ്ട്. ഒരു സുവനീർ കട. തണുപ്പ് കൊള്ളുന്നില്ലെന്നും റെസ്റ്റോറന്റിനകത്തിരിക്കുകയാണെന്നും പറഞ്ഞ് ബിനു ഉള്ളിലേക്ക് പോയി. ഞാൻ കാഴ്ചകളിലേക്ക് നടന്നു. ഈഗിൾസ് നെസ്റ്റിന്റെ ചരിത്രമുള്ള പുസ്തകവും മറ്റും ഇവിടെ കിട്ടുമെന്ന് എഴുതി വച്ചിട്ടുണ്ട്. ഈഗിൾസ് നെസ്റ്റിനെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം വായിച്ചു മനസ്സിലാക്കി തന്നെയാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. പർവ്വത താഴ്വാരത്തിന്റെ ഒരു വശം മൂടൽമഞ്ഞിനടിയിലാണെങ്കിൽ മറ്റൊരു വശം തെളിഞ്ഞു കാണാം. താഴ്വാര കാഴ്ചകളും കൊടുമുടികളും ആൽപ്സിന്റെ സൗന്ദര്യവുമൊക്കെ കാണാനാവുന്നത് ഇവിടെയാണ്.
താഴ്വാരത്ത് ജനവാസ കേന്ദ്രങ്ങൾ. ഷോണാവു എന്ന ഗ്രാമമാണത്. ആ ഗ്രാമം ബെർച്ച്ഡസ് ഗാർഡനിൽ ചെന്ന് ലയിക്കുന്നു. ആ മുനമ്പിന്റെ ഇരു താഴ്വരകളിലും ഗ്രാമങ്ങളാണ്. ഇക്കാണുന്നതാണ് ഈഗിൾസ് നെസ്റ്റ്. പർവ്വതമുകളിലെ ഒരു മുനമ്പിലാണ് അതിന്റെ സ്ഥാനം. ഇവിടെ നിന്നും ഇനിയും മുകളിലേക്ക് പോകാം. നല്ല തണുപ്പുണ്ട്. ഇന്നലെ ഈ പുതിയ ജാക്കറ്റ് വാങ്ങിയത് നന്നായെന്ന് തോന്നി. അല്ലെങ്കിൽ വിഷമിച്ചു പോയേനെ. ഇവിടെ ജീവിക്കുന്ന സായിപ്പുമാർക്കൊന്നും തണുപ്പ് വലിയ പ്രശ്നമായിരിക്കില്ല. എന്നാൽ നല്ല വെയിലുള്ള കേരളത്തിൽ നിന്നാണല്ലോ ഞാൻ വരുന്നത്. ഒരിടത്ത് ചെന്ന് നോക്കുമ്പോൾ താഴ്വാരത്തെ കാഴ്ചകൾ കാണാം. അതെല്ലാം ബെർച്ച്ഡസ് ഗാർഡന്റെ സമീപ ഗ്രാമങ്ങളാണ്. അവിടെ നിന്നുമാണ് ഞങ്ങൾ പർവ്വതമുകളിലേക്കുള്ള യാത്ര തുടങ്ങിയത്. നെൽവയൽ പോലെ കാണുന്നതെല്ലാം പുൽമേടുകളാണ്. പുല്ലു വളർത്തുന്ന മേടുകൾ. ഇതാണ് ബവേറിയൻ ഗ്രാമങ്ങളുടെ ആകാശ കാഴ്ച. നിരന്ന പുൽമേടുകൾ, അതിനിടയിലൂടെ പാതകൾ, പുൽമേടുകളുടെ ഓരത്ത് വീടുകൾ. ചെറുഗ്രാമങ്ങളാണ് ഓരോന്നും. അവയെ കണക്ട് ചെയ്ത് പാതകൾ. വിമാനത്തിലിരുന്ന് കാണുമ്പോഴും ബവേറിയൻ താഴ്വരകൾ ഇങ്ങനെയായിരിക്കും. ആ കാഴ്ചകൾ കണ്ടിരുന്നുകൊണ്ട് സുഹൃത്തുക്കളുമായി സല്ലപിക്കാനും പുതിയ ആശയങ്ങൾ രൂപീകരിക്കാനുമെല്ലാമാവും ഹിറ്റ്ലർ ഒരു കാലത്ത് ഇവിടം തെരഞ്ഞെടുത്തത്. മറ്റൊരു ഭാഗത്ത് കോടമഞ്ഞ് അടിയിൽ നിന്നും ഉയർന്നു വരുന്നു. ആ ഭാഗത്താണ് ബെർച്ച്ഡസ് ഗാർഡൻ. താഴെ നിന്നും മൂടൽമഞ്ഞ് ഉയർന്നു പടരുന്നത് രസകരമായൊരു കാഴ്ചയാണ്. അത് പെട്ടെന്ന് തന്നെ അവസാനിക്കുകയും ചെയ്യും. പുക പോലെ പടരുന്ന മഞ്ഞിനിടയിലൂടെ താഴ്വാരത്തെ ഗ്രാമങ്ങൾ കാഴ്ചയിലെത്തുന്നു. നാസി പാർട്ടിയുടെ നേതാക്കളാണ് ഇങ്ങനെയൊരിടം കണ്ടെത്തി അവിടെ ഹിറ്റ്ലർക്ക് വേണ്ടി താവളം പണിതത്. 1938 നിർമ്മാണം പൂർത്തിയായ ശേഷം ആകെ 17 തവണയാണ് ഹിറ്റ്ലർ ഇവിടം സന്ദർശിച്ചിട്ടുള്ളത്. ഇവിടുത്തെ പ്രകൃതി ഭംഗി ഹിറ്റ്ലറെ വല്ലാതെ ആകർഷിച്ചിരുന്നു. അതേസമയം അടുപ്പിച്ച് കുറേ ദിവസങ്ങൾ ഇവിടെ താമസിക്കുന്ന കാര്യത്തിൽ ഹിറ്റ്ലർക്ക് ഭയവുമുണ്ടായിരുന്നു. ഹിറ്റ്ലറേക്കാൾ കൂടുതൽ കാലം ഈഗിൾസ് നെസ്റ്റിൽ ചെലവഴിച്ചത് ഹിറ്റ്ലറുടെ കാമുകി ഇവ ബ്രൗൺ ആയിരുന്നു. മൂടൽമഞ്ഞ് ഇടയ്ക്കിടെ കാഴ്ചകൾ മറയ്ക്കുന്നുണ്ട്. ആൽപ്സിന്റെ മനോഹരമായ മടക്കുകൾ. ജർമ്മനിയും ഓസ്ട്രിയയും സന്ധിക്കുന്ന ഒരു ഭാഗം കൂടിയാണിവിടെ. തന്റെ ജന്മനാട് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും എന്നതുകൂടിയാവാം ഹിറ്റ്ലറെ ഇവിടേക്ക് ആകർഷിച്ച ഒരു കാര്യം. താഴെ ഒരു ഭാഗത്ത് ഓസ്ട്രിയയാണ്. താഴ്വാരത്ത് ഷോണാവു ഗ്രാമം. അത് കഴിഞ്ഞാൽ ഉടനെ ഒരു തടാകം തുടങ്ങുകയാണ്. കുണിക്സി. ബെർച്ച്ഡസ് ഗാർഡൻ നാഷണൽ പാർക്കിനുള്ളിലാണ് കുണിക്സിയുടെ സ്ഥാനം. 7.25 കിലോമീറ്റർ നീളവും 1.25 കിലോമീറ്റർ വരെ വീതിയുമുള്ള തടാകമാണത്. പർവ്വതമുകളിൽ നിന്നും മഞ്ഞുരുകിയെത്തുന്ന ജലമാണ് തടാകത്തിൽ നിറഞ്ഞുകിടക്കുന്നത്. കുണിക്സിയുടെ തീരവും പരിസര പ്രദേശങ്ങളുമെല്ലാം ഇപ്പോൾ വലിയ ടൂറിസം കേന്ദ്രങ്ങളാണ്. ഞാൻ ജർമ്മനിയുടെ ഒരതിർത്തിയിലാണ് ഇപ്പോൾ വന്നു നിൽക്കുന്നത്. താഴെ അക്കാണുന്ന ഗ്രാമങ്ങളെല്ലാം ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്ന ഇടങ്ങളാണ്. അതിനിടയ്ക്ക് ഒരു മുനമ്പ് പോലുള്ള ഭാഗത്ത് ഈഗിൾസ് നെസ്റ്റ്. മലയുടെ ഒരു ഭാഗത്ത് ഇവിടെ ഒരു കുരിശു നാട്ടിയിട്ടുണ്ട്. ഈഗിൾസ് നെസ്റ്റ് സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയിലെ ഏറ്റവും ഉയർന്ന ഭാഗം ഇതാണ്. ഈഗിൾസ് നെസ്റ്റ് നിർമ്മിക്കുന്നതിന് മുൻപ് തന്നെ ഈ കുരിശ് ഇവിടെ ഉണ്ടായിരുന്നെന്നും അതല്ല ഹിറ്റ്ലറാണ് ഇതിവിടെ സ്ഥാപിച്ചതെന്നും വാദങ്ങളുണ്ട്. 1-ാം ലോകമഹായുദ്ധകാലത്ത് സ്ഥാപിതമായതാണ് കുരിശെന്നും ചില ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. പ്രത്യേക രീതിയിലുള്ള പാറകൾ തെളിഞ്ഞുകിടക്കുന്ന കൊടുമുടി. ഇത്തരത്തിലുള്ള പാറകളിൽ ചവിട്ടിയാണ് താഴ്വാരത്തെ ഷോണാവു ഗ്രാമത്തിൽ നിന്നും ബെർച്ച്ഡസ് ഗാർഡനിൽ നിന്നുമൊക്കെ പണ്ട് ആളുകൾ ഇവിടേക്ക് നടന്നു വന്നിരുന്നത്. അങ്ങു താഴെ ഷോണാവു ഗ്രാമം കാണാം. അതിന്റെ ഒരറ്റം വരെ എത്തി നിൽക്കുന്ന തടാകവുമുണ്ട് കാഴ്ചയിൽ. ഗ്രാമത്തിൽ നിന്നും കൊടുമുടിയുടെ പല ഭാഗങ്ങളിലേക്കും കേബിൾ കാർ സർവീസുണ്ട്. ജർമ്മനി, പോളണ്ട്,
ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. കൊടുമുടിയുടെ ഏറ്റവും ഉയർന്ന ഭാഗത്തു നിന്നും ഞാൻ തിരികെ ഈഗിൾസ് നെസ്റ്റിലേക്ക് നടക്കുകയാണ്. കുറേ ദൂരം നടന്നു കഴിഞ്ഞു. ഇപ്പോൾ ബിനു ഈ സമയം റെസ്റ്റോറന്റിനകത്തിരിപ്പാണ്. ഈഗിൾസ് നെസ്റ്റ് എന്ന പേര് ഹിറ്റ്ലർ ഇവിടം സങ്കേതമാക്കുന്നതിനു മുൻപേ ഉള്ളതാണ്. ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ചില സൈനികരാണ് കൊടുമുടിക്ക് ആ പേരിട്ടതെന്നാണ് ചരിത്രം. 1936 നാസി പാർട്ടിയുടെ ചില നേതാക്കൾ കൊടുമുടി സന്ദർശിക്കുകയും ഇവിടെ ഹിറ്റ്ലർക്ക് വേണ്ടി ഒരു താവളം പണിയാൻ തീരുമാനിക്കുകയുമായിരുന്നു. ഹിറ്റ്ലറുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന മാർട്ടിൻ ബോർമാനാണ് ഇവിടെ ഒരു കെട്ടിടവും അതിലേക്കുള്ള ടണൽ വഴിയും ലിഫ്റ്റുമെല്ലാം പണിയാൻ രൂപരേഖ തയ്യാറാക്കിയത്. 1937 മാർച്ചിൽ പണികൾ ആരംഭിച്ചു. 1938 വേനൽക്കാലത്ത് ഹിറ്റ്ലറുടെ ജന്മദിനത്തിന് മുന്നോടിയായി പണികൾ പൂർത്തിയാക്കുകയും ചെയ്തു. 3000 ആളുകൾ വരെ ജോലി ചെയ്താണ് ഈഗിൾസ് നെസ്റ്റിലെ കെട്ടിടവും ടണലും ലിഫ്റ്റുമെല്ലാം പൂർത്തിയാക്കിയത്. പർവ്വതത്തിലെ തന്നെ മറ്റൊരു ഭാഗത്തു നിന്നും വെട്ടിയെടുത്ത കല്ലാണ് ഈ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ആ കെട്ടിടത്തിന്റെ അകത്തേക്ക് കയറി ചെന്നു. അകത്ത് തണുപ്പില്ല. ഈ ഇടനാഴികളിലൂടെയെല്ലാം ഹിറ്റ്ലറും ഈവാ ബ്രൗണും നാസി പാർട്ടിയുടെ നേതാക്കളും കുടുംബാംഗങ്ങളുമെല്ലാം നടന്നിട്ടുള്ളതാണ്. അകത്ത് ഒരു മുറിയിലേക്ക് ചെല്ലുമ്പോൾ ജാലകത്തിലൂടെ അങ്ങ് താഴെവരെയുള്ള കാഴ്ചകൾ കാണാം. ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ടാണ് ഹിറ്റ്ലർ ഇവിടെ തന്റെ ഒഴിവുകാലം ചെലവഴിച്ചത്. അതിഗംഭീരമായ നിർമ്മിതിയാണ് കെട്ടിടം. പൈൻമരത്തടികൾ കൊണ്ട് പാനൽ ചെയ്തിരിക്കുന്നു. വലിയ ചരിത്ര സംഭവങ്ങൾക്കൊന്നും ഇവിടം സാക്ഷിയായിട്ടില്ല. എങ്കിലും വിശേഷപ്പെട്ട ചില ആഘോഷങ്ങൾ നടന്നിട്ടുണ്ട്. അന്ന് ആഘോഷങ്ങൾ നടന്ന മുറികളൊക്കെ ഇന്ന് റെസ്റ്റോറന്റും മറ്റുമായി മാറിയിരിക്കുന്നു. വൈനും ബിയറും നുകർന്ന് ആളുകൾ അവിടെ ഇരിക്കുന്നു. ഞങ്ങളും ഓരോ സൂപ്പ് കുടിച്ചു. അത് കുടിച്ചതോടെ നല്ലൊരു ഉന്മേഷമായി. ബിനുവും ഞാനും ആ കെട്ടിടത്തിലൂടെ കുറേ നേരം ചുറ്റി നടന്നു. ഇനി ഇവിടെ നിന്നും മടങ്ങാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഹിറ്റ്ലറുടെ സാന്നിധ്യം കൊണ്ട് സജീവമായിരുന്ന ഈഗിൾസ് നെസ്റ്റിന്റെ ചരിത്രം ഓർത്തുകൊണ്ടാണ് എന്റെ നടത്തം. ലിഫ്റ്റ് ഇറങ്ങി താഴെ ടണലിലേക്കെത്തി. ലിഫ്റ്റിൽ ക്യാമറ അനുവദിക്കുകയില്ല. ഇനി ടണലിന്റെ അങ്ങേയറ്റത്തെത്തണം. 124 മീറ്റർ നീളമുള്ള ടണലാണ്. വെട്ടിയെടുത്ത കല്ല് അടുക്കി നിർമ്മിച്ച തുരങ്കം. 50 കിലോ വരെ ഭാരമുള്ള ഈ കല്ലുകൾ തൊഴിലാളികൾ പുറത്തേറ്റിയാണ് ക്വാറിയിൽ നിന്നും ഇവിടെ എത്തിച്ചത്. മറ്റുള്ളവർ ഈഗിൾസ് നെസ്റ്റ് എന്നാണ് പർവ്വതമുകളിലെ ഈ താവളത്തെ വിശേഷിപ്പിച്ചിരുന്നതെങ്കിലും നാസികൾ ഡി ഹൗസ് എന്നാണ് ഇതിനെ വിളിച്ചിരുന്നത്. ഡിപ്ലോമാറ്റിക് ഹൗസ് എന്ന പൂർണ്ണരൂപം. ടണൽ മുഖത്തേക്കെത്തി. ഇതിലൂടെ തന്നെയാണ് ഞങ്ങൾ നേരത്തെ അകത്തേക്ക് പോയത്. ഹിറ്റ്ലറും ഗീബൽസും ഗോറിങ്ങും അടക്കമുള്ള നാസി നേതാക്കൾ നടന്നുപോയ പാത. ഇതാണ് ബസ് വന്ന് നിൽക്കുന്ന സ്ഥലം. ധാരാളം ടൂറിസ്റ്റുകൾ എത്തിയിട്ടുണ്ട്. ഈ 4-ാം നമ്പർ ബസ്സിലാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. അത് പുറപ്പെടാൻ കുറച്ചുകൂടി സമയമെടുക്കും. ബിനു ചെന്ന് ഡ്രൈവറോട് ചോദിച്ചപ്പോൾ വെയിറ്റ് ചെയ്യാനാണ് അയാൾ പറഞ്ഞത്. ഞാൻ ആ നേരം കൊണ്ട് ആൽപ്സിന്റെ താഴ്വാരത്തിന്റെ കാഴ്ചകൾ പകർത്തിയെടുത്തു. താഴെ ഒബർ സാൽസ്ബർഗും അതിനപ്പുറം ബെർച്ചസ് ഗാർഡനും മറ്റ് അനേകം ചെറുതും വലുതുമായ ഗ്രാമങ്ങളും. അതിസുന്ദരമായ താഴ്വര. എല്ലാ ഗ്രാമങ്ങളിലും വിശാലമായ പുൽമേടുകളുണ്ടെന്ന് ഇവിടെ നിന്നും നോക്കുമ്പോൾ മനസ്സിലാവും. ഇതൊക്കെയാണ് ആൽപ്സിന്റെ ഓരത്തെ ഗ്രാമങ്ങളുടെ ഒരു പൊതു സ്വഭാവം. ലിഫ്റ്റിൽ കയറാൻ പേടിയായിരുന്നതിനാൽ ഹിറ്റ്ലർ ആ ചുരം പാതയിലൂടെയാണ് ഈഗിൾസ് നെസ്റ്റിലേക്ക് വന്നിരുന്നതെന്ന് ഒരു കഥയുണ്ട്. 4-ാം നമ്പർ ബസ്സിൽ ആളെ കയറ്റി തുടങ്ങി. ഞങ്ങളും അതിലേക്ക് കയറാനായി ചെന്നു. 30 മിനിറ്റ് ഇടവിട്ട് ബസ്സുകൾ ഇവിടെ നിന്നും പുറപ്പെടുന്നുണ്ട്.
ഡ്രൈവർ തന്നെയാണ് ടിക്കറ്റ് പരിശോധിച്ച് ആളുകളെ കയറ്റുന്നതൊക്കെ. 45ഓളം പേർക്ക് കയറാവുന്ന ബസ്സാണ്. ഡ്രൈവർ സീറ്റിൽ സ്ഥാനം പിടിച്ചു. ആധുനികമായ സുന്ദരൻ ബസ്സുകളാണ്. കാര്യങ്ങളെല്ലാം പ്രൊഫഷണലാണ്. ബസ് പുറപ്പെടുകയായി. 4 ബസ്സുകളുടെ ഒരു കോൺവോയാണ് താഴ്വാരത്തേക്ക് നീങ്ങുന്നത്. 4 ബസ്സുകൾ ഇതേ സമയത്തു തന്നെ താഴ്വാരത്ത് നിന്ന് പുറപ്പെടുന്നുമുണ്ടാകും. പാതയുടെ ഏതാണ്ട് മധ്യത്തിലെത്തുമ്പോൾ ഇരുദിശയിൽ നിന്നുമുള്ള ബസ്സുകൾ പരസ്പരം സൈഡ് കൊടുത്ത് കടന്നുപോകും. അവിടെ മാത്രമേ ഉള്ളൂ ബസ്സുകൾക്ക് ക്രോസിംഗിനുള്ള സൗകര്യം. മറ്റു ഭാഗത്തെല്ലാം ഒരു ബസ്സിന് മാത്രം കടന്നു പോകാവുന്ന പാതയാണ്. 8 ബസ്സുകളാണ് ഇവിടെ ഒരേ സമയം സർവീസ് നടത്തുന്നത്. പാറകൾ തുറന്ന് ശാസ്ത്രീയമായി ഒരുക്കിയിരിക്കുന്ന പാത. 2ാം ലോകമഹായുദ്ധകാലത്ത് സഖ്യകക്ഷികൾ നശിപ്പിക്കാൻ തീരുമാനിച്ച ഒരു പ്രദേശമായിരുന്നു ഇവിടം. ഹിറ്റ്ലറുടെയും നാസി നേതാക്കളുടെയും താവളമായ ഒബർ സാൽസ്ബർഗ് പൂർണ്ണമായും നശിപ്പിക്കാൻ അവർ തീരുമാനിച്ചിരുന്നു. കനത്ത ബോംബിങ്ങിലൂടെ ആ ഗ്രാമത്തെ അവർ നാമാവശേഷമാക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് വ്യോമസേനയാണ് അതിനുള്ള പദ്ധതി തയ്യാറാക്കിയത്. 1945 ഏപ്രിൽ 25-നായിരുന്നു അത്. ഒബർ സാൽസ്ബർഗിൽ ബോംബ് മഴ പെയ്യുമ്പോഴും പർവ്വതമുകളിലെ ഈഗിൾസ് നെസ്റ്റ് സുരക്ഷിതമായിരുന്നു. ഒബർ സാൽസ്ബർഗിന് സമീപത്തെ ബർഗോഫിലായിരുന്നു ഹിറ്റ്ലർ സ്ഥിരമായി തങ്ങിയിരുന്നത് എന്നതിനാൽ അത് ബോംബിങ്ങിൽ തകർക്കാനായിരുന്നു സഖ്യകക്ഷികൾ മുൻഗണന നൽകിയത്. വ്യോമാക്രമണത്തിൽ ബർഗോഫും ഒബർ സാൽസ്ബർഗും തകർത്തപ്പോഴേക്കും സഖ്യകക്ഷികളുടെ പട്ടാളം റോഡ് മാർഗം ഇവിടെയെത്തി. അമേരിക്കൻ സൈന്യത്തിന്റെ 5 ഗ്രൂപ്പുകൾ ഒന്നിനു പുറകെ ഒന്നായി ബെർച്ച്ടസ് ഗാർഡനും ഒബർ സാൽസ്ബർഗും എല്ലാം കീഴടക്കി. 1945 ഏപ്രിൽ 25 മുതൽ 1960 വരെയും സഖ്യസേനയുടെ മിലിറ്ററി കമാൻഡിന്റെ ഒരു പോസ്റ്റായിരുന്നു നേരത്തെ ഞങ്ങൾ സന്ദർശിച്ച ഈഗിൾസ് നെസ്റ്റ്. ഈ പാതയുടെ പല ഭാഗങ്ങളും പുനരുദ്ധരിച്ചത് അക്കാലത്താണ്. 1960-ൽ US ആർമി ഈ പ്രദേശം ബവേറിയൻ ഗവൺമെന്റിന് കൈമാറുകയും ചെയ്തു. 1970-കളിൽ തന്നെ ഈഗിൾസ് നെസ്റ്റ് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി വളർന്നിരുന്നു. ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളെല്ലാം ജർമ്മനിയിൽ ടൂറിസം സാധ്യതയുള്ള പ്രദേശങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞതിനാൽ വലിയ തുക മുടക്കിയാണ് ഈഗിൾസ് നെസ്റ്റ് മുതൽ ഒബർ സാൽസ്ബർഗ് വരെയുള്ള ഈ പാത നവീകരിച്ചത്. ചില സിനിമകളിലും ഒബർ സാൽസ്ബർഗും ഈഗിൾസ് നെസ്റ്റുമെല്ലാം സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ദ ഈഗിൾസ് നെസ്റ്റ്, ഹിറ്റ്ലേഴ്സ് സീക്രട്ട് സെന്റർ ഓഫ് പവർ എന്ന സിനിമയാണ് അതിൽ പ്രധാനം. വർഷത്തിൽ 6 മാസക്കാലം മാത്രമേ ഈ പാത ഇങ്ങനെ തുറന്നിടൂ. മെയ് മുതൽ ഒക്ടോബർ വരെയുള്ള കാലത്താണത്. നാസികൾ ഈ പാതയിലെ മഞ്ഞു നീക്കുന്നതിന് പ്രത്യേക സംവിധാനം തന്നെ ഏർപ്പെടുത്തിയിരുന്നു. ഹിറ്റ്ലറുടെയും നാസി പാർട്ടി നേതാക്കളുടെയും വാഹനങ്ങൾക്ക് കടന്നു പോകാൻ വേണ്ടിയായിരുന്നു അത്. യൂറോപ്പിനെ വിറപ്പിച്ച ഏകാധിപതിയായിരുന്നെങ്കിലും ഹിറ്റ്ലർക്ക് ചില കാര്യങ്ങളിൽ വലിയ ഭയമായിരുന്നു. ഈഗിൾസ് നെസ്റ്റിൽ സ്ഥിരമായി താമസിക്കാൻ ഹിറ്റ്ലർ ഭയന്നത് ഇടിമിന്നലിനെ പേടിച്ചാണ്. അവിടെ കെട്ടിടത്തിന്റെ നിർമ്മാണം നടക്കുന്ന വേളയിൽ 2 തവണ ഇടിമിന്നൽ അപകടങ്ങൾ ഉണ്ടായിരുന്നു. നിർമ്മാണ ചുമതലയുള്ള ബോർമാൻ ആകട്ടെ അക്കാര്യം ഹിറ്റ്ലറിൽ നിന്ന് മറച്ചുവെക്കുകയാണുണ്ടായത്. വിവരമറിഞ്ഞാൽ ഹിറ്റ്ലർ പർവ്വതമുകളിലെ താവളം എന്ന പദ്ധതി തന്നെ ഉപേക്ഷിക്കുമെന്നായിരുന്നു ബോർമാന്റെ ഭയം. വലിയ ക്യാൻവാസും പെയിന്റും ബ്രഷുകളുമായിട്ടാവും ചിലപ്പോൾ ഹിറ്റ്ലറുടെ വരവ്. ഈഗിൾസ് നെസ്റ്റിലിരുന്ന് നല്ലൊരു ചിത്രകാരൻ കൂടിയായ ഹിറ്റ്ലർ ആൽപ്സിന്റെ താഴ്വാരങ്ങളുടെയും പർവ്വതമുകളിലെ കെട്ടിടത്തിന്റെയും എല്ലാം ചിത്രങ്ങൾ വരച്ചിരുന്നു. അതിൽ ചിലതൊക്കെ ഇപ്പോൾ കണ്ടെടുത്തിട്ടുണ്ട്. പലയിടത്തും ചെറുപാതകളുണ്ട്. പർവ്വതമുകളിലേക്ക് നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്ന കുറുക്കുവഴികളാണ്. വൃക്ഷനിബിഡമായ മലഞ്ചെരിവ്. ഒടുവിൽ ഞങ്ങൾ ഒബർ സാൽസ്ബർഗിലെ ബസ് സ്റ്റേഷനിലെത്തി. ഈഗിൾസ് നെസ്റ്റ് കാണാൻ വരുന്നവർക്ക് സ്വന്തം വാഹനത്തിൽ ഇവിടം വരെ വരാനാവൂ. ഇവിടെ നിന്നും ഇത്തരം ചുവന്ന ബസ്സുകളാണ് ആളുകളെ കയറ്റിക്കൊണ്ടുപോകുന്നത്. സ്റ്റേഷനിൽ ബസ് നിന്നു. ഇനി ഈ ബസ്സുകൾ അരമണിക്കൂറിന് ശേഷം അടുത്ത സംഘങ്ങളുമായി മുകളിലേക്ക് പോകും.
ആ സമയം 4 ബസ്സുകൾ അവിടെ നിന്നും താഴേക്കും പുറപ്പെടും. കുറച്ചു ദൂരം നടക്കാനുണ്ട് ഞങ്ങളുടെ കാർ പാർക്ക് ചെയ്തിരിക്കുന്നിടത്തേക്ക്. കുറച്ചു താഴെയാണ് ഞങ്ങളുടെ കാർ കിടക്കുന്നത്. അങ്ങ് അകലെ ഒരു കൊടുമുടി കാണാം. ആ മലയുടെ മുകളിൽ ഒരു കെട്ടിടവും. അതാണ് അല്പം മുൻപ് ഞങ്ങൾ സന്ദർശിച്ച ഈഗിൾസ് നെസ്റ്റ്. അവിടെ നിന്നുമാണ് ബസ്സിൽ മലയിറങ്ങി ഈ താഴ്വാരത്തേക്ക് എത്തിയിരിക്കുന്നത്. ആ പ്രദേശത്തിന്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നു.